ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. HSA പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഹൗ ക്യാൻ വി കളക്ട് സ്റ്റഡി മെറ്റീരിയൽസ്. കാരണം സ്റ്റഡി മെറ്റീരിയൽസ് HSA എക്സാം എന്ന് പറയുന്നത് മലയാളത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ സബ്ജക്റ്റ് എക്സ്പേർട്സ് തയ്യാറാക്കിയ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാ സബ്ജക്ട്സിലും നമുക്ക് അത്ര കണ്ട് മൂല്യമുള്ള അല്ലെങ്കിൽ അത്ര കണ്ട് മെച്ചപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും റാങ്ക് ഫയൽസിൻ്റെ രൂപത്തിൽ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ നമ്മുടെ MSc ലെവലിലും ഡിഗ്രി ലെവലിലൊക്കെ പഠിച്ച ടോപ്പിക്സൊക്കെ എടുത്തു വെച്ച് അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മലയാളം ടേംസ് തന്നെയാണ്. ഇംഗ്ലീഷിലെ ടേംസ് നമ്മൾ ഫെമിലിയർ ആണ്, ബിക്കോസ് വി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അവർ ഡിഗ്രി PG ഒക്കെയാണ്. ആ സമയത്ത് നമുക്ക് മലയാളം വേർഡ്സ് പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഈ എക്സാം മലയാളത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം വരെ ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് HSA HST ലയനം തുടങ്ങിയവ നടക്കുകയാണെങ്കിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാനായിട്ട് ഇപ്പം സാധിക്കില്ല. എങ്കിൽ പോലും നമ്മുടെ മുൻപിൽ കഴിഞ്ഞ വർഷത്തെ എക്സാം ഉണ്ടായിരുന്നത് മലയാളത്തിലായതുകൊണ്ട് നമ്മൾ മലയാളം ടേംസ് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ HSAക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു റെഡിമെയ്ഡ് ബുക്സോ റാങ്ക് ഫയലോ ഒന്നും നമുക്ക് ഈ കാര്യത്തിൽ ലഭ്യമല്ല. ഓക്കെ, നല്ല നിലവാരം പുലർത്തുന്നതൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തു നിന്നായിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് സിലബസ് വെച്ച് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അപ്പോൾ നമ്മളുടെ സമയം ഒരുപാട് പോവും, നമ്മൾ മടുക്കും. അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററുകളെ കോച്ചിങ് ആപ്പുകളെ ഒക്കെ നമ്മൾ ആശ്രയിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ചില കുട്ടികൾക്കെങ്കിലും ഈ പറയുന്ന ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ്ങുകൾക്ക് പോകാൻ അതിനു മാത്രം പൈസ ഇല്ലാതിരിക്കുന്ന കുറേ പേരുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അത്തരം ഒരു കോഴ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസ എന്ന് പറയുന്നത് തൊട്ട് നഷ്ടമല്ല കേട്ടോ. കാരണം നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് നോട്ട്സ് കിട്ടുകയാണ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ്ങുകളുടെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എക്സാംസ് ഉണ്ടായിരിക്കും, നമുക്ക് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഉള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെ റേഞ്ച് എവിടെയാണ് നിൽക്കുന്നതെന്ന് എക്സാംസും അവർ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ പക്ഷേ എല്ലാവർക്കും സാധിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുമെങ്കിൽ, എന്ത് വില കൊടുത്തും അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ പൈസ കൊടുത്ത് നമ്മൾക്ക് വിശ്വസനീയമായ ഓൺലൈൻ ഓഫ്ലൈൻ ആപ്പുകളിലോ ക്ലാസ്സുകളിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒട്ടും സാധിക്കാത്ത ആളുകളുണ്ട്. ഓക്കെ, ഈ പൈസ ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. അത്തരം ആളുകൾ അവർ എത്ര വേണമെങ്കിലും ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നോട്ട് സ്വയം പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന സമയം വളരെ കുറച്ചായിരിക്കും, എന്നാലും അത് മതി, ഞങ്ങൾക്ക് ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് HSAക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസായിട്ട് പഠിക്കേണ്ടത് NCERT +1 ആൻഡ് +2 NCERT ബുക്കാണ്. ഈ NCERT ബുക്കിൻ്റെ മലയാളം വേർഷൻസ് നമുക്ക് ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റിൻ്റെ പേരൊരെണ്ണം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ കാണുന്നതാണ് hsslive.in. ഈ HSS ലൈവ് എന്ന് വെറുതെ നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് +1 +2 ടെക്സ്റ്റ് ബുക്സ് മലയാളവും ഇംഗ്ലീഷും വേർഷൻസ് അവൈലബിൾ ആണ്. അതിൽ ക്വിക്ക് നോട്ട്സ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മളെടുത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് PDF-ൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് നല്ലതെന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾക്കത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ചിലർക്ക് ഫോണിൽ വായിക്കുമ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്, പഠിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരം ആളുകൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ HSS ലൈവ് മാത്രമല്ല കേട്ടോ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. പക്ഷേ HSS ലൈവ് നമുക്ക് എല്ലാ സബ്ജക്ട്സും
കിട്ടുന്ന ഒരു വിശ്വസനീയമായ ഒരു സൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പേര്. ഞാൻ മുൻപും ഒരു വീഡിയോയിൽ HSS ലൈവ് അത് പരിചയപ്പെടുത്തിയിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ HSS ലൈവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സബ്ജക്റ്റ് +1 ആൻഡ് +2 ഡൗൺലോഡ് ചെയ്ത് എടുത്തുവെന്ന് വിചാരിക്കും. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സിലബസ് വെച്ചിട്ടല്ല നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത്. ഈ +1 ആൻഡ് +2 ടോപ്പിക്സ് നിങ്ങൾ മലയാളം വേർഷൻ നിങ്ങൾ ആദ്യം പഠിക്കണം. പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും മലയാളം വേർഷൻ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ടേംസൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി പഠിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അത് മനസ്സിലാക്കി പഠിച്ച് വയ്ക്കുക. അപ്പോൾ +1 ആൻഡ് +2 ഈ ഒരു നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ, നാച്ചുറൽ സയൻസ് ആണോ, ഫിസിക്കൽ സയൻസ് ആണോ, സോഷ്യലാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളതിൻ്റെ മലയാളം വേർഷൻ പഠിക്കും. അപ്പോൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ടേംസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈ ഹാർട്ടാവും. ഇംഗ്ലീഷ് ടേമിൻ്റെ തത്തുല്യമായ മലയാളം ടേം നിങ്ങൾക്ക് കിട്ടും. രണ്ടും മനസ്സിലാക്കണം കേട്ടോ. നമ്മളിത് വായിക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിൻ്റെ തത്തുല്യമായ മലയാളം വേർഡാണ്, നമുക്ക് മനസ്സിലാവുമല്ലോ പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ. ഇനി അത് ഒട്ടും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ ആ ഇംഗ്ലീഷ് വേർഡും മലയാളം വേർഡും ഒരുമിച്ച് എഴുതി ഒരു നോട്ടിൽ സൂക്ഷിക്കുന്നതും നല്ലതായിരിക്കും. ബുദ്ധിമുട്ടുള്ളത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് പഠിച്ച് ഓക്കെ ആകുമ്പം നിങ്ങൾക്ക് ആ മലയാളം വേർഡും ഇംഗ്ലീഷ് വേർഡും ഫെമിലിയറായിട്ട് മാറും. ഓക്കെ. അതിന് ശേഷം വേണം നിങ്ങൾ സിലബസ് എടുത്ത് പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ +1 ആൻഡ് +2 പഠിച്ച് തീരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ തീരുമാനങ്ങളൊക്കെ ആയിട്ട് PSCയുടെ സിലബസിൽ മാറ്റം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും ഈ +1 +2 NCERT ബുക്സ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരില്ല. അത് ഈ സിലബസിൽ ഉള്ള ടോപ്പിക്സുകളുടെ ബേസാണ് +1 +2 NCERT ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ സ്വയം പഠിക്കുന്ന സമയത്ത് ഈ NCERT ബുക്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ചെറിയ നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി നിങ്ങൾക്ക് സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഇത് എന്തായാലും കുറച്ച് നാൾ നിങ്ങളത് പഠിച്ച് ഓക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ സിലബസ് എടുക്കുക. സിലബസിലെ ഓരോ ടോപ്പിക്കും നോക്കിയിട്ട് ആ ടോപ്പിക്ക് വൈസ് നിങ്ങൾ യൂട്യൂബിലായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടായാലും നിങ്ങളുടെ ഡിഗ്രി PG ബുക്സ് അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ നീറ്റ് കോച്ചിങ്ങിൻ്റെ പല ക്ലാസ്സുകളുണ്ട്. മലയാളം എക്സ്പ്ലനേഷനും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്, ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഓരോ വേർഡിൻ്റെയും ഓരോ ടേമിൻ്റെയും മലയാളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് ഈ നീറ്റ് കോച്ചിങ്ങിൻ്റെ പല ക്ലാസ്സുകളും ഉണ്ട്. സൈലം പോലുള്ള ക്ലാസ്സുകളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ എന്താ പറയുക, ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ എക്സ്പ്ലനേഷനുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാത്തത് ഏത് വഴിയിലൂടെയാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും ഒരു പരിധി വരെ. ഓക്കെ. പിന്നെ ബുക്സുകൾ നമുക്ക് സഹായകരമായിരിക്കും. PG ഡിഗ്രി കാലത്തെ ബുക്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതും വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. യൂട്യൂബ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അത് വെച്ച് നിങ്ങൾ സിലബസ് വൈസ് തുടക്കം മുതൽ നോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തനിയെ പഠിക്കുകയാണെങ്കിൽ നോട്ട് കളക്ട് ചെയ്യേണ്ട ഒരു വിധം എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമുക്ക് ഒരുപാട് സമയം ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നാൽ പിന്നെ ഇപ്പം തുടങ്ങി സിലബസ് വെച്ച് കളക്ട് ചെയ്തുകൂടെ എന്നുള്ളത്. പക്ഷേ നമുക്ക് ബേസായിട്ട് വേണ്ടത് NCERT +1 ആൻഡ് +2 ആണ്. പ്രത്യേകിച്ച് മലയാളം ടേംസും ഫെമിലിയർ ആവണം. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ബേസ് ഒന്ന് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ സിലബസ് വെച്ച് തപ്പി നോട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. പിന്നെ പല റാങ്ക് ഫയൽസും ഉണ്ട്. പക്ഷേ സബ്ജക്റ്റ് വൈസ് റാങ്ക് ഫയൽസ് എല്ലാം അത്ര വിശ്വസനീയമാവണമെന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഒരു റെഫറൻസ് എന്ന നിലയിൽ മേടിക്കുന്നത് കൊണ്ട് വിരോധമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഒരിക്കലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാവില്ല. പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ. പക്ഷെ നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റാണ് ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾക്കെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പോൾ നമുക്ക് പഠിക്കണം, നമുക്ക് ഈ ജോലി നേടണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടുള്ള വെബ്സൈറ്റിൻ്റെ പേരൊക്കെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുമെങ്കിൽ ഇതിലെ കമൻസ് ആയിട്ടൊക്കെ ഇട്ടാൽ ധാരാളം പേർക്കത് ഉപകാരമായിരിക്കും. ഓക്കെ. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.